നിങ്ങളെ ഫോട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ട്. ദൈവമേ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഉണ്ണിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ രാവിലെ ചായ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ഞായറാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും അമ്മാമ്മേരെ വീട്ടിലെ പത്രക്കാരൻ കൊണ്ട് പത്രം ഇട്ടിട്ട് പോയി. ഞാൻ തന്നെ ആദ്യം എടുത്ത് ആ ഒരു പത്രം നോക്കി ഇച്ചിരി വായിക്കുന്നുണ്ട്. എന്നും വായിക്കാറൊന്നും ഇല്ലെങ്കിലും ചില സമയം എനിക്ക് തോന്നുമ്പോൾ എടുത്ത് വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വായിച്ചു. അപ്പോഴത്തേക്കും എന്തോ സൗണ്ട് പോലെ തോന്നി. ആകാശത്ത് നോക്കിയപ്പോൾ എയ്റോപ്ലെയിൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടനെയും വിളിച്ച് അവനെയും കാണിച്ചു കൊടുത്തു. ഇപ്പം ചില വാക്കുകളൊക്കെ പഠിച്ച് വരുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചില്ലെങ്കിലും നമ്മൾ പറയുമ്പോഴത്തേക്കും ആകാശത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒരു കൗതുകമാണല്ലോ. പോയി എയ്റോപ്ലെയിൻ. ക്രിസ്മസ് ആയിട്ട് അനുബന്ധിച്ച് എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ക്രിസ്മസിന് മെയിനായിട്ട് കളറെന്ന് പറയുന്നത് റെഡും വെള്ളയല്ലേ, അതും അനുബന്ധിച്ചാണ് അവൾ ഉണ്ടാക്കിയത്. അതിനുശേഷം ഇന്ന് ഫുൾ ഉണ്ണിക്കുട്ടനെ കളിപ്പിക്കലാണ് പണി. അപ്പോഴത്തേക്ക് രാവിലെ സൈക്കിളിൽ അവനെ ഒന്ന് ഓട്ടിപ്പിച്ചു. അതിനുശേഷം രാവിലത്തെ കറി നല്ല ഗ്രീൻ പീസും പിന്നെ 2 ദോശയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മാമ്മ പറഞ്ഞു ചന്തയിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ. അപ്പോഴത്തേക്കും ഞാനും കൂടെ പോകുന്നുണ്ട്. ഇന്ന് പോയത് കുറച്ച് പലവ്യഞ്ജന സാധനങ്ങൾ മേടിക്കാനാണ്. ആദ്യം തന്നെ അമ്മാമ്മ കുറച്ച് തേങ്ങകൾ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള തേങ്ങ സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വെയിറ്റ് അനുസരിച്ച് പൈസ കൊടുക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ മേടിച്ച് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു കടയിലോട്ട് കയറി. അവിടെ നമ്മൾ ചപ്പാത്തിയൊക്കെ മേടിക്കുന്നുണ്ട്. പൈസ കൊടുത്ത് അതിൻ്റെ ബാലൻസൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഫോട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ട്. ദൈവമേ. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ടൈം ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോഴത്തേക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ ചോറും മീൻകറിയും മരിച്ചിനി ഇളക്കിയതും പിന്നെ കപ്പത്തോരനും തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ പൂച്ചയെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടത്തേക്ക് ഒരു എലി അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. പൂച്ച എന്തോ തപ്പുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു എലിയെ രക്ഷപ്പെടുത്താനൊക്കെ കരുതിയിട്ട് നമ്മൾ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ കണ്ടോ ആ ഒരു എലിയെ? നമ്മളൊരു കമ്പിട്ടൊക്കെ ഇങ്ങനെ തള്ളിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിനെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതിൻ്റെ കയ്യോ കാലോ എന്തോ ഇതുപോലെ ഒടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പരമാവധി ആ ഒരു കല്ലിൻ്റെ അതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് രക്ഷപ്പെടാറായപ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടോ? അതേ ഗൈസ്, നമ്മളുടെ നായകി എത്തിയിട്ടുണ്ട്. അവൾ ഓടി വന്നതാ ആ ഒരു എലിയെ എടുത്തോണ്ട് പോയി കളിക്കുവാണ് കേട്ടോ. ഇനി പിടിച്ചാൽ ഒന്നും കിട്ടത്തില്ല. അവളുടെ കൈ കിട്ടിയാൽ പിന്നെ അതിൻ്റെ നല്ല വിധിയാ. ശേഷം നമ്മൾ കൈയൊക്കെ നല്ലതുപോലെ സോപ്പിട്ട് കഴുകിയിട്ട് അപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ലഡു ഉണ്ട്, അത് കഴിച്ചു. അതിനുശേഷം ഒരു കോവിലിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാനാണെങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രസാദവും വാങ്ങിച്ചു ഞാൻ തിരിച്ചു വന്നു. അതിനുശേഷം അവിടെ നിന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഇരുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ടാണ് ഇച്ചിരിയെങ്കിലും ക്ലിയാരിറ്റിയിൽ നമ്മൾ എടുത്തത്. എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ആകർഷണം തോന്നിയ വിളക്ക്. ഇത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലേ ഇതുപോലത്തെയൊക്കെ മേക്ക് ചെയ്തെടുക്കുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ചന്ദ്രനെയൊക്കെ കണ്ട് നമ്മൾ പിന്നെ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.